ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് വൈഷ്ണവരെ തങ്ങളിൽ കാണുമ്പോ എന്താ പറയേണ്ടത് എന്ന് ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്താ പരസ്പരം കഥയന്തച്ച മാം നിത്യം ദുഷ്യന്തീചാരമന്തിച്ച. ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തന്മാർ എപ്പോഴും എന്റെ കാര്യങ്ങള് സംസാരിച്ചുകൊണ്ട് അവർ പരസ്പരം ബോധദീപ്തരാകും എന്നാ പറയുക. അപ്പൊ ഇവിടെ കലിയുഗത്തില് ഭഗവാൻ പറയുന്നു എന്താണ്, കരികാലെ നാമരൂപേ കൃഷ്ണ അവതാർ. ഭഗവാൻ കലിയുഗത്തിൽ നാമരൂപത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ കലികാലത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെ മുൻനിർത്തിയിട്ട് ഹരിനാമത്തിന് ഒട്ടേറെ പ്രാധാന്യങ്ങൾ പറയുന്നുണ്ട്. അതില് കലിയുഗത്തിലെ പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമം ജപിക്കലാണ്. കലിയുഗത്തിന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമം ജപിക്കലാണ് എന്ന്. കലിയുഗത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ട് അല്ലെ. കലൗ ദോഷ നിധിരാജൻ അസ്തിഹിക്കു മഹാൻ ഗുണ കീർത്തന ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം പ്രജേതെന്ന്. കലിയുഗത്തിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ഗുണമുള്ളത് ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് മുക്തി നേടിയെടുക്കാൻ സാധിക്കുമെന്നാ പറയാ. ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, അഭിന്നത്വം നാമനാമിനോ എന്നാ പറയാ. അതായത് ഭഗവാന്റെ നാമവും ഭഗവാനും തങ്ങളിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളിപ്പോ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂട് കിട്ടോ? കിട്ടത്തില്ല. എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ നാമം ഹരേ കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാല് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടും. രൂപഗോസ്വാമി ആ നാമരുചി എല്ലാം അനുഭവിച്ചിട്ട് രൂപഗോസ്വാമി പറയുന്നു, എനിക്ക് 2 ചെവി പോരാ, 1 കോടി ചെവിയെങ്കിലും വേണം അല്ലെ. 1 നാവ് പോരാ, 1 കോടി നാവുകൾ വേണം. അത്രയേറെ നാമരസം അനുഭവിച്ച ആളാ ആര്? രൂപഗോസ്വാമി അല്ലെ. ഭാഗവതം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ അന്തിമ സന്ദേശമായിട്ട് പറയും, ശൃണ്വതാം സ്വകഥാ കൃഷ്ണ അല്ലെ. കൃഷ്ണ കഥ കേൾക്കുകയും ശ്രവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഹൃദയം ശുദ്ധമാവും, ഭക്തി ഉണരും, അനർത്ഥങ്ങൾ നശിക്കും, സ്ഥിരമായ ഭക്തി ലഭിക്കും, ഭഗവത് പ്രേമത്തിലേക്ക് ഉയരും എന്ന് നമ്മളെ പഠിപ്പിക്കും. ചൈതന്യ മഹാപ്രഭു ഇതുപോലെ നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ് ഇത്. ഹരേ നാമ ഇവ കേവലം കലൗ നാസ്തി ഏവ ഗതിരന്യത എന്ന് പറയും അല്ലെ. കലികാലത്തിൽ ഭഗവാന്റെ തിരുനാമമല്ലാതെ മറ്റു യാതൊരു മാർഗവുമില്ല എന്നാ പറയാം. എല്ലാ യജ്ഞങ്ങളുടെയും സാരാംശമാണ് ഹരിനാമം എന്ന് പറയുന്നത്. നമുക്ക് ഈ കലിയുഗത്തിൽ അശ്വമേധ യജ്ഞം നടത്താൻ പറ്റൂ? കുതിരയെ പോലും കിട്ടത്തില്ല. രാജസൂയ യജ്ഞം നടത്താൻ പറ്റൂ? അതും അസാധ്യമാണ്. പക്ഷേ കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഹരിനാമ യജ്ഞം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാ പറയുന്നത്. കാരണം ഹരിനാമം മായയെ എന്ത് ചെയ്യുന്നു? ഇല്ലായ്മ ചെയ്യും അല്ലെ. മായയെ ഇല്ലാതാക്കും. മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ അല്ലെ. കാരണം ഹരിനാമം ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിലെല്ലാം മായയുടെ സ്വാധീനം കുറയും അല്ലെ. നമ്മുടെ മനസ്സിന് മായ പിടിക്കുന്നതാ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെ. ഹരിനാമം എന്ന് പറയുന്നത് എല്ലാ യോഗങ്ങളുടെയും പൂർത്തീകരണമായിട്ടാ പറയുക അല്ലെ. കർമ്മയോഗം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. ജ്ഞാനയോഗം നമുക്ക് പരമമായ ജ്ഞാനം നമുക്ക് പകർന്നു നൽകും. അഷ്ടാംഗയോഗം സമാധിയിലേക്ക് എത്തിക്കും. എന്നിരുന്നാലൊക്കെ തന്നെ ഹരിനാമ സങ്കീർത്തന യജ്ഞം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കൃഷ്ണപ്രേമം നമുക്ക് നൽകുന്ന അല്ലെ. അതോടൊപ്പം ഹരിനാമം നമ്മൾ ജപിക്കുമ്പോൾ ആ ഹരിനാമം ഭഗവാനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന. ദ്രൗപദി ഭഗവാനെ വിളിച്ചു അല്ലെ. കൃഷ്ണ പാഹി പാഹി ജനാർദ്ദന എന്ന് വിളിച്ചപ്പോ ഭഗവാൻ നേരിട്ടെത്തി. ഗജേന്ദ്രൻ താമരപ്പൂ എടുത്തിട്ട് നാരായണ എന്ന് വിളിച്ചപ്പോ ഭഗവാൻ വന്നു അല്ലെ. പ്രഹ്ലാദൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോ നരസിംഹ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായി. അപ്പൊ നമ്മുടെ അടുക്കലേക്കും ഭഗവാൻ വിളിക്കില്ലേ? നമ്മൾ നാമം ജപിക്കുമ്പോ നമ്മൾ ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് ഭഗവാൻ വരാറില്ലേ അല്ലെ. കൃഷ്ണ ബലറാം സ്വാമിയായിട്ട് ഈ ബലരാമ ക്ഷേത്രമായിട്ടൊക്കെ ഭഗവാൻ നമ്മുടെ മുമ്പില് ദിവസേന എത്തുന്നുണ്ട് എന്ന്. അപ്പോ ആ ഹരിനാമമാണ് കലിയുഗത്തിലുള്ള നമ്മുടെ എല്ലാ രോഗങ്ങളുടെയും ഔഷധം എന്ന് പറയുന്നത് ഹരിനാമമാണ് അല്ലെ. ഏതൊക്കെയാ നമ്മുടെ രോഗങ്ങൾ? നമുക്ക് ടെൻഷൻ ഉണ്ട്,
ഡിപ്രഷൻ ഉണ്ട്, അസൂയ ഉണ്ട്, ഭയമുണ്ട്, ഏകാന്തതയുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മോചനം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ക്ഷേത്രങ്ങളിൽ പോയിട്ട് പുഷ്പാഞ്ജലിയൊക്കെ നടത്തും അല്ലെ? അപ്പൊ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? വിഷ്ണു നാമസ്യ രോഹിണി നക്ഷത്ര ജാതസ്യ സകുടുംബാനാം ക്ഷേമ വീര്യ വിപുല അഭയ ആയുർ ആരോഗ്യ സിദ്ധ്യർത്ഥം സകല ഐശ്വര്യ സിദ്ധ്യർത്ഥം ഗ്രഹദോഷ നിവാരണ സിദ്ധ്യർത്ഥം വിദ്യാലാഭ സിദ്ധ്യർത്ഥം ധനലാഭ സിദ്ധ്യർത്ഥം മനക്ലേശ നിവാരണ സിദ്ധ്യർത്ഥം പൂർവകർമ്മ ഫല നിവാരണ സിദ്ധ്യർത്ഥം പുഷ്പാഞ്ജലി കരിഷ്യേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൂവും ഭസ്മലാണ് കൊണ്ടുതരുമ്പോ നമുക്ക് ഒത്തിരി സമാധാനവും. പക്ഷേ നമ്മൾ ഈ ദിവസേന ചെയ്യുന്ന നാമജപം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ പാദപത്മങ്ങളിലുള്ള പുഷ്പാഞ്ജലിയായിട്ട് നമ്മൾ അർപ്പിക്കുമ്പോ അല്ലെ, നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും മാറുന്ന. നാമം ജഡഹൃദയങ്ങളെ പോലും ശുദ്ധമാക്കും അല്ലെ. ചൈതന്യ മഹാപ്രഭു നാമം ജപിച്ച് നടക്കുമ്പോ കരയും അല്ലെ, നൃത്തം ചെയ്യും, വിയർക്കും. ഇതെല്ലാം എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സുരുകിപ്പോകുന്നതാണ് അല്ലെ. നാമജപം മാത്രമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സമ്പത്ത് എന്ന് പറയുന്നത്. ആരും മോഷ്ടിച്ചുകൊണ്ട് പോവില്ല, വെള്ളപ്പൊക്കം വന്നാൽ ഒലിച്ചു പോകത്തില്ല, തീ പിടിച്ചാൽ കത്തിപ്പോകത്തില്ല അല്ലെ. മരണം പോലും എത്തി നമ്മളെ കൊണ്ടുപോകുമ്പോ നമ്മുടെ ആത്മാവിനോടൊപ്പം നമ്മുടെ നിത്യസമ്പത്തായിട്ട് ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ നമ്മളോടൊപ്പം വരുന്നത് നമ്മുടെ നാമജപം മാത്രമാണ് അല്ലെ. അപ്പോ നാമം വൈകുണ്ഠ ലോകത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരും അല്ലെ. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഓടിയെത്തും. നമ്മൾ പറയും, എവിടെയാണോ നാമം ജപിക്കുന്നത്, എവിടെയാണോ ഭാഗവതം പറയുന്നത്, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള വൈകുണ്ഠം അല്ലെ. അവിടെയാണ് അമ്പാടി, അവിടെയാണ് ദ്വാരക, അവിടെയാണ് നൈമിഷാരണ്യം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ നാമം ജപിക്കുന്ന ഈ സ്ഥലമാണ് നമ്മുടെ വൈകുണ്ഠം എന്ന് പറയാം അല്ലെ. പണ്ട് ഗംഗാനദിയുടെ തീരത്തൊരു ഗ്രാമത്തില് പുണ്യധാമ എന്ന് പറയുന്ന ഒരു വലിയ ഭക്തൻ ഉണ്ടായിരുന്നു. അവിടെ ബൃഹദ്ധാമ എന്ന് പറയുന്ന ഒരു വൈഷ്ണവ സന്യാസി ഉണ്ടായിരുന്നു. ഈ വൈഷ്ണവ സന്യാസി എല്ലാ ദിവസവും നമ്മളിപ്പോ ഈ ബലരാം ക്ഷേത്രം ചെയ്യുന്ന പോലെ ഭഗവാന്റെ മഹാത്മ്യങ്ങളും കീർത്തനങ്ങളും എല്ലാം തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യും. ഈ പുണ്യധാമ എന്ന് പറയുന്ന ആ ഭക്തൻ എല്ലാ ദിവസവും പോയി ബൃഹദ്ധാമയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ മഹാത്മ്യങ്ങളെല്ലാം കേൾക്കും, നാമം ജപിക്കും അല്ലെ, ഭക്തർക്ക് പ്രസാദം ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെയാ അദ്ദേഹത്തിന്റെ ജോലി. അങ്ങനെ ഒരു ദിവസം ഗംഗാരതിയും ഗംഗാസ്നാനവും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൂരെ നിന്ന് രണ്ട് ബ്രാഹ്മണ ഭക്തന്മാർ അവിടെ വന്ന് പുണ്യധാമയുടെ അടുക്ക പറഞ്ഞു, ഞങ്ങൾക്ക് 2 ദിവസം ഇവിടെ താമസിക്കണം അല്ലെ. അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. വൈകുന്നേരം അവര് പ്രസാദം കഴിക്കുന്നതിന് മുന്നേ ചോദിച്ചു, ഇവിടെ നിന്ന് ഗംഗയുടെ അടുക്ക പോകാൻ എത്ര ദൂരമുണ്ട്? ഇപ്പോ പുണ്യധാമ പറഞ്ഞു, ഏകദേശം 4 മൈൽ ദൂരമുണ്ടാവുന്ന ഞാൻ കേട്ടിരിക്കുന്നത്, പക്ഷെ ഞാൻ പോയിട്ടില്ല. അപ്പൊ ഈ ബ്രാഹ്മണർക്ക് വലിയ അതിശയമായി. ഗംഗയുടെ അടുത്ത് താമസിച്ചിട്ട് പോലും ഇയാള് ഗംഗാനദി കാണാൻ പോയിട്ടില്ല, ഗംഗാരതി ചെയ്തിട്ടില്ല, സ്നാനം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരാളിന്റെ വീട്ടിലാണോ ഞാൻ താമസിക്കുന്നത്? ഇവിടെ നിന്ന് പ്രസാദം കഴിക്കണോ? വലിയ ഒരു അപരാധമായി പോയി എന്ന് ആര് ചിന്തിച്ചു? ഈ ബ്രാഹ്മണര് ചിന്തിച്ചു. അങ്ങനെ അവരവിടെ നിന്നിറങ്ങി പോവുക. പുണ്യധാമ പുറകെ നടന്ന് വിളിച്ചു, അങ്ങ് പോകരുത് അല്ലെ, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, എല്ലാം പറഞ്ഞു. കേട്ടില്ല. ഈ ബ്രാഹ്മണര് പോയി നേരെ നടന്ന് 4 മൈൽ ദൂരത്തിൽ ചെന്ന് ഗംഗയുടെ അടുക്ക ചെന്നപ്പോ ഗംഗയിൽ ഒരു തുള്ളി വെള്ളമില്ല. അപ്പൊ അവര് വിചാരിച്ചു, വരണ്ട് കിടക്കുന്നത് ചൂട് കൊണ്ടാവും, എന്നാ ഗംഗോത്രിയിലേക്ക് പോവാം, അവിടെ നിന്നാണല്ലോ ഗംഗ വരിക. ഗംഗോത്രിയിൽ ചെന്നു, അവിടെയും ഒരു തുള്ളി വെള്ളമില്ല. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ അവർ ഗംഗാദേവിയോട് മനമുരുകി പ്രാർത്ഥിച്ചപ്പോ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഒരു വലിയ പരമ വൈഷ്ണവ ഭക്തനായിട്ടുള്ള പുണ്യധാമയെ നിങ്ങൾ എന്ത് ചെയ്തു? അവഹേളിച്ചു. എന്നിൽ വന്ന് സ്നാനം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും മഹത്തരമായ കർമ്മമാ പുണ്യധാമ ചെയ്യുന്നത്. ദിവസേന ഭഗവാന്റെ കൃഷ്ണ മഹാത്മ്യങ്ങൾ കേൾക്കും, ഭഗവാന്റെ നാമം ജപിക്കും. അങ്ങനെയുള്ള ഭക്തനായ ഏറ്റവും പരിശുദ്ധനായിട്ടുള്ള ഭക്തൻ അല്ലെ. ഞാൻ ദിവസേന ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള പരിശുദ്ധരായിട്ടുള്ള ഭക്തന്മാരെല്ലാം വന്ന് എന്നിൽ എന്ത് ചെയ്യണം? സ്നാനം ചെയ്യണം.
അവരുടെ പാദധൂളികൾ എൻ്റെ ഈ ജലത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ എനിക്ക് അത്രയും കൃതാർത്ഥതയുണ്ടാവും, എനിക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം കിട്ടും എന്നാ ഗംഗാ നദി പറഞ്ഞതല്ലേ. അങ്ങനെ ഗംഗാദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് അവർക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അവർ നേരെ പുണ്യധാമയുടെ അടുക്ക ചെന്നു, മാപ്പപേക്ഷിച്ചു. അവിടെ നിന്ന് പ്രസാദമെല്ലാം കഴിച്ച് കുറെ കാലം അവിടെ താമസിച്ച് ഗംഗാരതിയും സ്നാനവും എല്ലാം ചെയ്തിട്ട് പരിശുദ്ധാത്മാക്കളായിട്ട് മാറിയെന്നാ പറയാം. അപ്പൊ ഇവിടെ ഗംഗാദേവി പറഞ്ഞതുപോലെ ആ ഒരു പരിശുദ്ധ ഭക്തന്മാരായിട്ട് മാറണമെങ്കിൽ, അല്ലെങ്കിൽ ആ മഹാത്മാക്കളായിട്ട് മാറണമെങ്കിലുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഏതേ ഉള്ളൂ? ഭഗവാന്റെ തിരുനാമ ജപം മാത്രമാണ് നമുക്ക് പിൻബലമായിട്ടുള്ളത്. അപ്പോ അതിന് വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു വലിയ സംരംഭം ഉണ്ടായത്. അതിനെല്ലാവർക്കും എല്ലാ ദിവസവും പങ്കെടുത്ത് ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് സാധിക്കട്ടെ. കൃഷ്ണ ബലരാമന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.